സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ദേവികയ്ക്ക് ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അവളാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. ഗിരീഷുമായിട്ട് ആ ഹോം സ്റ്റേയിലേക്ക് ദേവിക പോകുന്നുണ്ട്. അതിനിടയിൽ ഗിരീഷ് ശാരിക എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചൊക്കെ തന്നെ പറയുന്നു. അവൾക്ക് എൻ്റെ ജീവിതം സേഫ് ആവണം, അതിന് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത്. പക്ഷെ എങ്ങനെ അറിഞ്ഞു എന്ന് ഇനിയും എനിക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല ഗിരിയേട്ട എന്നൊക്കെ തന്നെ ദേവിക പറയുന്നുണ്ട്. എന്തായാലും നന്ദനെ കാണുമ്പോൾ താനൊന്ന് കൊടുത്തിട്ടേ സംസാരിക്കുള്ളൂ എന്നൊക്കെ ഗിരിയും പറയുന്നു. ഈ സമയം നന്ദനാണെങ്കിൽ ഋഷി മരിച്ചില്ലായിരുന്നുവെങ്കിൽ താനും ദേവിയും തമ്മിൽ ഇത്രത്തോളം അകലം വരില്ലായിരുന്നുവെന്നും തനിക്ക് തൻ്റെ ദേവിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇസബല്ലയോട് പറയുന്നു. ഇസബല്ലയാണെങ്കിൽ മനസ്സിൽ അവൻ്റെ ഒരു ദേവിക നന്ദൻ നീ എന്തായാലും ടെൻഷൻ അടിക്കാണ്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ്. ഇസബല്ലയുടെ ആ ഒരു ഉദ്ദേശങ്ങളൊക്കെ തന്നെ നന്ദനാണെങ്കിൽ മനസ്സിലാകുന്നില്ല. അങ്ങനെ എത്ര റിസ്ക് എടുത്തിട്ടും കെവിൻ്റെ ഉള്ളിലുള്ള ആ ഒരു രഹസ്യങ്ങളൊക്കെ തന്നെ ചൂഴ്ന്ന് പുറത്തെടുക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശാരിക. കെവിൻ തൻ്റെ ദേഹത്ത് തൊടാൻ നോക്കുമ്പോഴൊക്കെ തന്നെ ശാരിക വളരെ ബുദ്ധിപൂർവ്വം അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്തായാലും കെവിനോട് ശാരിക മറ്റൊരു കാര്യത്തെക്കുറിച്ച് കൂടി ചോദിക്കുകയാണ്. അല്ല, ഇപ്പോൾ കെവിൻ ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ? ഇസബലയും നന്ദനും എവിടേക്കാണ് പോയിരിക്കുന്നത്? നന്ദേട്ടനും ഇസബലയും ഇത്രത്തോളം കൂട്ടാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കെവിനാണെങ്കിൽ ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. അത് പിന്നെ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്, കോളേജ് കാലഘട്ടം മുതലേ. അത് ദേവിക്കും അറിയാം. ആ, ദേവിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നതാ. ആ, പിന്നെ ഇന്നത്തെ കാലമല്ലേ, ഫ്രണ്ട്ഷിപ്പൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുമിച്ച് യാത്ര ചെയ്യാം, എന്ത് വേണമെങ്കിലും ആവാലോ. പിന്നെ അതിൻ്റെ പേരിൽ ചേച്ചി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ, അത് ചേച്ചിയുടെ കഴിവുകേട്, അല്ലാതെ എന്ത് പറയാനാ, അല്ലേ കെവിൻ ചേട്ടാ? ആ അതെ എന്നൊക്കെ ഇങ്ങനെ കെവിനും പറയുന്നുണ്ട്. എന്തായാലും അവരെവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് കെവിൻ ചേട്ടനോട് പറയാതിരിക്കില്ലല്ലോ. അത് പിന്നെ ശാരിക എല്ലാ കാര്യങ്ങളൊന്നും എന്നോട് തുറന്ന് പറയാറില്ല. അങ്ങനെ ശാരികയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നീ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയുമെടാ, അതിനുള്ള അവസ്ഥയിൽ നിന്ന് ഞാൻ കൊണ്ടെത്തിക്കുമെന്നൊക്കെ. അങ്ങനെ സിദ്ധുവാണെങ്കിൽ പ്രഭാവതിയുമായിട്ട് വഴക്കിടുന്നുണ്ട്. പ്രഭാവതി പറയുന്നത് എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്നത് തന്നെയാണ്, അല്ലാതെ മറ്റാരെയും ദേവിക ചൂണ്ടിക്കാണിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ദേവിക തന്നെ മരുമകളാണ്, അവളുടെ ഭർത്താവാണ് മറ്റൊരു സ്ത്രീക്കൊപ്പം താമസിക്കുന്നത്. അത് തനിക്കയാൽ സഹിക്കുമോ? എന്തൊക്കെ പറഞ്ഞാലും അവൾ നമ്മുടെ മോളുടെ സ്ഥാനത്തല്ലേ. നമ്മളെയൊക്കെ ഒരുപാട് ആരാധിച്ചിരുന്നവളാണ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള നിലപാടുകൾ പുറത്തിറക്കുന്നത്. എത്രത്തോളം വേദനിക്കുന്നുണ്ടാകുമെന്ന് നിനക്ക് ഊഹിച്ചോടെ എന്നൊക്കെ പ്രഭയോട് ചോദിക്കുന്നു. അങ്ങനെ പ്രഭയ്ക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടെങ്കിലും ആ ഫയൽ എവിടെയാണെന്നുള്ള സത്യം പറയുന്നില്ല. അങ്ങനെ ഗിരീഷും നമ്മുടെ ദേവിയും രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെ ആ ഹോം സ്റ്റേയിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. സിദ്ധാർത്ഥം വിളിക്കുന്നുണ്ടെങ്കിലും താനും ഗിരിയേട്ടനും അർജൻറ്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്നും ആ ഫയൽ തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കൈപ്പക്കൽ ഉണ്ടാകുമെന്നൊക്കെ തന്നെ പറയുന്നു. അങ്ങനെ ആ ഹോം സ്റ്റേയിൽ എത്തുന്നുണ്ട്. നന്ദനാവട്ടെ വരാനിരിക്കുന്ന ആ മഹാദുരന്തം അറിയാതെ ഇസബല്ലയ്ക്കൊപ്പം അങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇസബല്ലയുടെയും നന്ദൻ്റെയും ചതിക്കളി ഇതോടുകൂടിയിട്ട് അവസാനിക്കാനായിട്ട് പോവുകയാണ്. ഗിരീഷ് ഒരു ഏട്ടൻ്റെ സ്ഥാനത്തെത്തി നന്ദനെ ചോദ്യം ചെയ്യുന്ന കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടും ദേവിയാണെങ്കിൽ ഒരുപാട് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ആ ഫയൽ വീണ്ടെടുക്കുക തന്നെ ചെയ്യും. ഇസബല്ലയും നന്ദനും ആഗ്രഹിച്ചതുപോലെയുള്ള യാതൊരു കാര്യങ്ങളും നടക്കാനും പോകുന്നില്ല. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.